അപ്പോൾ ഗൈസ് നമ്മൾ ഈ കണ്ടൻറ്റിലേക്ക് പിന്നെയും വരാം. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മീനുണ്ടേനും എല്ലാം ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളെല്ലാം പോയി. ഇതിൻ്റെ അകത്ത് കുറച്ച് വിലയുള്ള മീനേനുള്ള അതും പോയി. എന്നിട്ടിപ്പോൾ ഈലുണ്ട്, ഇതിന് വെള്ളം പറ്റിപ്പോയി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം കൂടി നിറയ്ക്കണം. കണ്ട നിങ്ങൾ ഈ സൈഡ് കണ്ട വെള്ളമില്ല, ഇത് മൊത്തം പായല, മൊത്തം വെള്ളം പറ്റിപ്പോയി. എന്നിട്ട് നമ്മളെ മീനിനൊന്നും വെള്ളമില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാ. കാണുന്നുണ്ടാ? മീനിനെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കുറച്ച് മീനുണ്ട്. വെള്ളം വറ്റുകൊണ്ട് ഇപ്പം വല്ലാത്ത ഇടങ്ങാറാണ്. വീല് നമുക്ക് വെള്ളം നിറയ്ക്കണം. അപ്പം കിണറ്റിൽ നിന്ന് വെള്ളം നിറയ്ക്കുന്നതാണ് ഏറ്റവും നല്ല സേഫ്. നല്ലൊരു വാലുണ്ട് നിങ്ങൾ ഈ മീനിൻ്റെ, കാണുന്നുണ്ടാ? ഇവിടെ ഉണ്ടായ മീനായിട്ടാ, നല്ല ഓറഞ്ച് വാലുള്ള ഒരു പച്ച വാലുള്ള ഉണ്ടേനു, അതിനെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കണം. കിണറ്റിൽ വെള്ളം നിറയ്ക്കുന്നത് നല്ലത്. കാരണം വെച്ചാൽ ആ വെള്ളത്തിന് ഞാൻ പൈപ്പിൽ നിന്ന് അധികം വെള്ളം നിറച്ച് കഴിഞ്ഞാൽ മീൻ അധികം ചത്തു പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പാലിൽ ഇപ്പം വെള്ളം നിറച്ചാൽ സേഫാകും. പിന്നെ മീൻ ഇപ്പം ഈ സൈഡ് ഇപ്പം വറ്റിയില്ല, ഇനിയിപ്പോൾ ഈ സൈഡും വറ്റാൻ ഏകദേശം ആവും. അത് നമുക്ക് ഇടങ്ങാറ്. അപ്പം നമുക്ക് ബക്കറ്റിൽ കൊണ്ടുപോയി നിറയ്ക്കണം. പിന്നെ ഞാനൊരു സാധനം വാങ്ങിനേനു, നമ്മളെ ഈ ഒരു സാധനം കണ്ടു നിങ്ങൾ, നമ്മളെ കച്ചറ എടുക്കുന്ന ഇത് വാങ്ങിയിട്ട് വെറുതെ ആയിപ്പോയി. ഇവിടെ ഇങ്ങനെ തൂക്കിയിടുക അല്ലാണ്ട് ഇതിനെ കൊണ്ട് വലിയ കളിയൊന്നും ഞാൻ കളിക്കില്ല. ഇപ്പം കച്ചറ എടുക്കണേ തന്നെ ഈ ഇവിടെ പിന്നെ നെറ്റ് കെട്ടേണ്ടി വരും ഈ ഒരു എരുവിൽ. കാരണം വെച്ചാൽ മീനെല്ലാം കയറിപ്പോവും. എടുക്കുമ്പോൾ മൊത്തത്തിൽ വലിഞ്ഞു പോകും, പായലടക്കോ. അപ്പോൾ അത് വല്ലാത്ത ഇടങ്ങാറാ. ഞാൻ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. ലൂണ പിന്നെ നമ്മൾ എവിടെ പോന്ന് അവിടെ ലൂണ ഉണ്ടാവും, അല്ല ലൂണ. അപ്പോൾ ഗൈസ് നമുക്ക് താഴെ പോയിട്ട് ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം. അപ്പോൾ താഴെ പോവാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ നമ്മളെ ബേക്കിലത്തെ പൈപ്പിൽ നിന്നാണ് വെള്ളം നിറയ്ക്കുന്നത്. അപ്പോൾ ഈ ബക്കറ്റിൽ ഇപ്പം കച്ചറയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം കഴുകണം. കഴുകിയിട്ടില്ലെങ്കിൽ നമ്മളെ മീൻ ചത്തുപോകും. പിന്നെ ആ സോപ്പിൻ്റെ വെള്ളം കൂടി ഇതിൻ്റെ അകത്ത് മിക്സാണ്. ഒരു സോപ്പിൻ്റെ വെള്ളത്തിൻ്റെ ഒരു ചുവയുണ്ട്. അതിനൊരു സീനാവോന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് നമുക്ക് വെള്ളം നിറച്ചിട്ട് കാണാം. അപ്പോൾ ഒറ്റക്കായതുകൊണ്ട് വീഡിയോ എടുക്കാനാവില്ല. അപ്പോൾ ഗൈസ് തളർന്നു പോയി. ഈ ബക്കറ്റിൽ ഇത്രയും പേര് വെള്ളം എടുത്തിട്ട് മുകളിൽ വന്നിട്ട് 2-3 പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ സ്റ്റെപ്പും കയറി വന്നിട്ട് ഇത് കൊടുത്തിട്ട് കതച്ചു പോയി. എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് മറിക്കണം. നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ അപ്പാട് നേരെ മറിച്ച് കഴിഞ്ഞാൽ ഫുള്ള് കലങ്ങും. അപ്പോൾ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സാധനം കൊണ്ടുള്ള ഉപകാരം കണ്ടോ? അതെ, എങ്ങനെയൊന്ന് മറന്നു. ഇത് ഇതിൻ്റെ അകത്തിട്ടിട്ട് ഇതിൻ്റെ അകത്തിട്ടിട്ട് ഇതാ എങ്ങനെയുണ്ട് പരിപാടി? വെള്ളം വരുന്നുണ്ടാ? നേരെ ഈ തലേൻ്റെ അകത്തിട്ടിട്ട് ഇതിലേക്ക് വെള്ളം ഇങ്ങനെ അതാകുമ്പോൾ നമുക്ക് ഒഴിക്കണ്ടല്ലോ. എന്നിട്ട് നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കും. അപ്പോൾ കേസ് വല്ലാണ്ട് ഷെയ്ക്കാവുന്നുണ്ട് അങ്ങോട്ടെ വീഡിയോ. കാരണം വെച്ചാൽ നമ്മുടെ ഐഫോണും കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ നമ്മളെ ക്യാമറ കുറച്ച് അളവ്, പക്ഷേ ഈ ഫോണിൽ അളകാണ്ട് എടുക്കാൻ പറ്റും. ആ ഒരു ക്യാമറക്ക് 4 ക്യാമറയുണ്ട്. അതിലിപ്പോൾ 4ാമത്തെ ഒരു ക്യാമറയിൽ നമുക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിലും ഒരു ഐഫോൺ പോലത്തെ നമുക്ക് ഇളകാണ്ട് കിട്ടില്ല പോലെ എടുക്കാൻ പറ്റും. പക്ഷേ ആ ക്യാമറക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവും ക്യാമറ. വിഷ്വൽ കിട്ടും, പക്ഷേ സ്റ്റക്കായിട്ടാണ് കിട്ടുക. അത് കുറച്ച് ലോങ് വീഡിയോ എടുക്കുമ്പോൾ. ഷോർട്ട് വീഡിയോ കുറച്ച് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പിന്നെ ഇതാക്കാത്തത്. പിന്നെ ഈ ലോങ് വീഡിയോ ഇട്ട് തന്നെ വ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്നറിയാം. പിന്നെ എനിക്ക് വേറെ ചാനലുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നൊന്ന് തുടങ്ങിയത്. ഇപ്പം അതിൽ 20,000 മേലെ സബ്സ്ക്രൈബ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം ശീലമാണ്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയൊരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ നമ്മളിപ്പം പെട്ടെന്ന് ലോങ് വീഡിയോയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 1ഉം 2ഉം പോയാലും ഒരു 50 ഇത്രയല്ലേ വ്യൂസ് ഉണ്ടാവും. പക്ഷെ അത് നമുക്കൊരു വിഷയമല്ല. നമ്മൾ എന്താ പറയുക, ഇതെല്ലാം ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മളെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിൻ്റെ അത് ഷെയർ ചെയ്തങ്ങ് ഇടുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വ്യൂസ് കുറഞ്ഞെന്ന് വെച്ചിട്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഗൈസ് ഇത്രേ വീഡിയോ ഉള്ളൂ. ഞാൻ കൂടുതലൊന്നും ഇടുന്നില്ല, കാരണം ലോങ് ആയി പോകും. പിന്നെ ഇതാ നമ്മൾ വെള്ളം നിറച്ച് ഇന്നത്തെ പരിപാടി ഇതേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞൊന്ന് ലൈവിൽ വരണം. അപ്പോൾ ഓക്കെ,
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.